BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ് പാദങ്ങൾക്ക് മുണ്ട് ആസை. Chamakalaya, the favorite silks. Monarch Furniture near Hotel Lampadi, Rotary Junction, Todupuzha. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, Todupuzha. Royal, the complete family shopping near Private Bus Stand, Todupuzha. Bionormal Newman College Road, Todupuzha. Phone 944722 792 9895423129 04862 224248. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ സ്ക്വയർ, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. Hedge Wealth Management Services. K. Purushothaman and Sons Golden Jewelry, Telephone Exchange Junction, Todupuzha. Banaras Utsav by Kalyan Silks. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. KP Worky and Sons Kaganad Jewelers, തൊടുപുഴ, കട്ടപ്പന, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി. കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘം HO, തൊടുപുഴ. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. IDCB. Let your deposits grow safe. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹ്യനീതി വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ പൗലോസ് നിർവഹിച്ചു. കേരള NGO സംഘിന്റെ 37ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടന്നു. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും UDF സർക്കാരിനെയും അപമാനിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് UDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 15ാമത് താലൂക്ക് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് AG ശിവരാമൻ ചെട്ടിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തശം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കേരള NGO സംഘിന്റെ 37ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടന്നു. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. RRKMS സെക്രട്ടറി V രാജേന്ദ്രൻ, രാഷ്ട്രീയ രാജ്യ കർമ്മചാരി മഹാസംഘ് അഖിലേന്ത്യാ പ്രസിഡന്റ് മഹേന്ദ്ര ജെയിൻ, P പീതാംബരൻ, K ദിനേശൻ, KV അച്യുതൻ, MN ശശിധരൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ ചവിട്ടി പുറത്താക്കി. ഈ പാർട്ടിയുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ് ജനങ്ങൾ ഈ പാർട്ടിയെ തൂത്തെറിഞ്ഞിട്ടുള്ളത്. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്ക് വേണ്ടതായി. പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം 38 കൊല്ലമാണ് ഈ പാർട്ടി ഭരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയോ വേറെ ഏതെങ്കിലും പാർട്ടിയോ അല്ല ആ സംസ്ഥാനം ഭരിച്ചത്.
ഇന്ന് കൽക്കട്ടക്കരി എന്ന് പറയുന്ന ആ നാടിന്റെ സ്ഥിതി എന്താണ്? കൽക്കട്ട നഗരത്തിൽ നിന്ന് ജീവിക്കുന്നത് 6 ലക്ഷം വേശ്യകൾ ജീവിക്കുന്നു. ഉടുതുണിക്ക് മറുപടിയില്ലാത്തവർ ജീവിക്കുന്നു. എല്ലുണ്ടിയവൻ, റിക്ഷ വലിക്കുന്നവൻ, പട്ടിണി കിടക്കുന്നവൻ, കീറവസ്ത്രം ധരിച്ചവൻ, റെയിൽവേ സ്റ്റേഷൻ നന്ദി പറയുന്നവൻ, വീടുണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങിയ സ്ഥാപനം ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥാപനങ്ങളോട് ഇന്ന് വിളിച്ചു ഉള്ള കമ്പനികളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാക്യം പ്രസ്ഥാനം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം പ്രതിരോധകരമായ കമ്പനി കൂട്ടി. NGO സംഘിന്റെ 37ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. NGO സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ബി ജയപ്രകാശ്, സെക്രട്ടറി SK ജയകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TG സുനിൽകുമാർ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ ജനറൽ സെക്രട്ടറി കമലാസനൻ കാര്യാട്ട്, യുവമോർച്ച പ്രസിഡന്റ് KS ഷൈജു, ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടക്കുന്നത് 5 വർഷം എന്നുള്ള ഇടവേളകളിലാണ്. അതേസമയം കേന്ദ്ര ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 10 വർഷത്തെ ഇടവേളകളിലാണ് പരിഷ്കരിച്ചു വരുന്നത്. അതനുസരിച്ച് 2014 ജൂലൈ മാസം 1-ാം തീയതി മുതൽ പുതിയ നിരക്കിലുള്ള ശമ്പളം സംസ്ഥാന ജീവനക്കാർക്ക് അനുഭവവേദ്യമാകേണ്ടതാണ്. അതിനുവേണ്ടിയാണ് വളരെ കാലം കൂടി തന്നെ 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചത്. 2013 നവംബർ 30 നിയമിച്ച കമ്മീഷന് കാലാവധിയായി സർക്കാർ നിശ്ചയിച്ചു നൽകിയത് 6 മാസമാണ്. ആ 6 മാസ കാലാവധിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെട്ട കമ്മീഷന് ഇപ്പോൾ കൃത്യം 2 വർഷം കഴിഞ്ഞിട്ടും ഒരു പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ജീവനക്കാരുടെ കാര്യക്ഷമതയെക്കുറിച്ചും കൃത്യനിഷ്ഠയില്ലായ്മയെക്കുറിച്ചുമൊക്കെ വളരെ വാചാലമായി അദ്ദേഹം മാതൃഭൂമി ചാനലിന്റെ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയുണ്ടായി. ജീവനക്കാരുടെ കാര്യക്ഷമതയും കൃത്യനിഷ്ഠയെയും കുറിച്ച് വളരെ കാര്യമായി ആശങ്ക പ്രകടിപ്പിച്ച നമ്മുടെ ശമ്പള കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തിന് 6 മാസ കാലാവധിയിൽ ഏൽപ്പിച്ച ഒരു ദൗത്യം അത് 2 വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിരോധാഭാസം ഇവിടെ നിലനിൽക്കുകയാണ്. എൻഡോസൾഫാൻ പ്രയോഗത്തിനിരയായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സഹായവുമായി മുണ്ടക്കൽ CMS സ്കൂളിലെ അധ്യാപകരും രക്ഷാകർത്താക്കളും. ഇതിന്റെ ഭാഗമായി 40ഓളം വരുന്ന സംഘങ്ങൾ തെരുവോരങ്ങളിൽ എൻഡോസൾഫാനെതിരെ ബോധവൽക്കരണ യോഗങ്ങളും തെരുവ് നാടകങ്ങളും ഫണ്ട് പിരിവും നടത്തി. സഹായിക്കാൻ വേണ്ടിയാണ് കാസർഗോഡിലെ കുഞ്ഞുങ്ങൾ ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൈസ കളക്ട് ചെയ്ത് ജനുവരി 25-ാം തീയതി 7 ബഡ് സ്കൂളിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ സഹായനിധി. ടീച്ചേഴ്സും കുട്ടികൾ പാവനാടകം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തൊടുപുഴ ചെയ്തു 40 പേര് 6 ടീം. സാമൂഹ്യനീതി വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ പൗലോസ് നിർവഹിച്ചു. നമ്മുടെ നാടിന് ഏറ്റവും അത്യാവശ്യമായിട്ട് കുട്ടികളോടുള്ള ഉത്തരവാദിത്വം അത് മാതാപിതാക്കളും അതുപോലെ തന്നെ അയൽവാസികളും നാട്ടുകാരും അധ്യാപകരും മുതിർന്ന കുട്ടികളും ഒക്കെ ഉത്തരവാദിത്തമായിട്ടുണ്ട്. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ കഴിവുകൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ കഴിയുന്ന ഒരു ട്രെയിനിങ്, ഒരു കൗൺസിലിംഗ്, സ്നേഹപൂർവമായ സ്നേഹമസൃതമായ ഒരു ഇടപെടൽ, സ്നേഹമസൃതമായ ഒരു പെരുമാറ്റം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കുട്ടികൾ അതിനെല്ലാം ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരല്ലേ. എന്റെ ഓർമ്മയിൽ പറയാം, 40 കേസോളം പ്രതിയായ ഒരു കുട്ടി, ആ കുട്ടിയെ എന്റെ മുമ്പിൽ ആധാരപ്പെട്ടപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ്, മോനെ എന്താണ് അതിനകത്ത് നിന്നെ ഭയങ്കരമായി ഞാൻ കാണുന്നത് ഈ തുറന്നു ഭയങ്കര വന്നപ്പോൾ എന്റെ അച്ഛനാണ് സാറേ എന്നെ മോഷണത്തിലേക്ക് പരീക്ഷിച്ചത്.
എന്നെ ഇങ്ങനെയാക്കി. തീർച്ചയായും അച്ഛനാണ് മോഷണത്തിനായി ഉപയോഗിച്ചിരുന്നത്. എൻ്റെ അനുഭവം പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികളുടെ ടീച്ചർമാരെ സുഹൃത്താകുന്നുണ്ട്. അവിടെ വരുന്നത് 90% ഈ മാതാപിതാക്കളാണ്. ടീച്ചർമാർ പഠിപ്പിക്കുന്ന അധ്യാപകരും 75-80% അത് അധ്യാപകരാണ്. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗംഗ തൊടുപുഴ അവതരിപ്പിക്കുന്ന കൊച്ചു മിടുക്കിനെയും മിടുക്കിയെയും തിരഞ്ഞെടുക്കുന്ന മഡോണ കിഡ് കോൺടെസ്റ്റ് 2015 ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങളെ കാണാൻ ഞാനും വരുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും കുഞ്ഞുങ്ങളെയും കൂട്ടി വരണം കേട്ടോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. Chamakaleo, the favorite silks. Chamakaleo, the favorite silks. Lunars, Lunars down, enjoy comfort. Lunars, Lunars down, rumba rumba fit. Pudu pudu rangalil manadina kavarudhu Lunars. Lunars in fashion, passion, attraction, engengum en Lunars. Lunars, Lunars, idu rumba rumba super. ലുനാർസ്, പാദങ്ങൾക്കുമുണ്ട് ആസை. ആരോക്കിനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ. ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഫർണിച്ചറുകളുടെ ആധുനിക ഭാവഭേദങ്ങൾക്കൊരു പുതിയ ആവിഷ്കാരവുമായി മൊണാർക്ക് ഫർണിച്ചർ ഇപ്പോൾ തൊടുപുഴയിലും 3 നിലകളിൽ 12,000 ചതുരശ്ര അടിയിൽ പ്രശസ്ത ഡിസൈനർമാരാൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച ഫർണിച്ചർ നിർമ്മിതികൾ ഇനി സ്വന്തമാക്കൂ. അവർ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് 3-piece ബെഡ്റൂം സെറ്റ്സ്, സീറ്റർ സോഫ, കോഫി ടേബിൾ, ഡൈനിങ് സെറ്റ്, recliners, ring mattress, hydraulic bed, high and low back chair, TV stand and wall unit, computer and office chair. Come and enjoy the royal experience. Monarch Furniture near Hotel Lampadi, Rotary Junction, Todupuzha. തൊടുപുഴയിലെ പ്രമുഖ ഡ്രൈവിംഗ് പഠന കേന്ദ്രം പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ. 35 വർഷത്തെ സേവന പാരമ്പര്യം, പരിചയസമ്പന്നരായ ഇൻസ്ട്രക്ടർമാർ, വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായി എല്ലാ വാഹനങ്ങളിലും ഡ്രൈവിംഗ് പരിശീലനം. ഡ്രൈവിംഗ് പഠിക്കുവാൻ താല്പര്യമുള്ളവരും ലൈസൻസ് സംബന്ധമായ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, ഫസ്റ്റ് ഫ്ലോർ, സമൃദ്ധി ബിൽഡിംഗ്, മടക്കത്താനം, മൂവാറ്റുപുഴ.
കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. The Kerala State Legal Metrology License and Technician സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 4473. മാനേജ്മെന്റ് പ്രവർത്തന മികവിനുള്ള അന്തർദേശീയ അംഗീകാരമായ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം MDS. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ചിട്ടിചേരുവാനുള്ള സൗകര്യം ലഭ്യമാണ്. സ്ഥിരം നിക്ഷേപം, ആകർഷകമായ പലിശ നിരക്ക്, 10,000 രൂപ വരെയുള്ള നിക്ഷേപ പലിശ സർവീസ് ചാർജ് ഇല്ലാതെ വീട്ടിലെത്തിച്ചു നൽകുന്നു. സുതാര്യമായ ലോൺ വ്യവസ്ഥകൾ. ദി കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘം HO, തൊടുപുഴ. ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ ഇപ്പോൾ മൂവാറ്റുപുഴ റോഡിൽ തൊടുപുഴ ഭീമ ജംഗ്ഷനിലും കരിമണ്ണൂർ JJ സ്ക്വയറിലും പ്രവർത്തനം ആരംഭിച്ചു. ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി ആൻഡ് ഡിജിറ്റൽ ECG, എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും 50% വരെ ചാർജ് കുറവ്. ഫുള്ളി ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്, ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ്, കൂടാതെ വിശ്വസ്തമായ 5 വർഷത്തെ സേവന പാരമ്പര്യം. എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ സ്ക്വയർ, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. Let your deposits grow safe. വാർത്തകൾ തുടരുന്നു. തൊടുപുഴ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് കാർണിവൽ സംഘടിപ്പിച്ചു. ലയൺസ് ബോർഡ് പ്രസിഡന്റ് ലിസ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു. ബോർഡ് സെക്രട്ടറി ലീന സജീവ്, ട്രഷറർ ബീന സുരേഷ് എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസ് സീസണോടനുബന്ധിച്ച് ലയൺസ് മെമ്പേഴ്സ് സ്വന്തമായിട്ടുണ്ടാക്കിയ വസ്തുക്കളാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാർണിവലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിരിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഓരോരുത്തരും അവരവർ ചെയ്യുന്ന, ചിലർ അച്ചാറ്, ചിലർ അവല് വിളയിച്ചിട്ടുണ്ട്, കേക്കുകൾ, ജാം റോള്, പിന്നെ ഡെക്കറേറ്റീവ് രീതിയിൽ പല കേക്കുകളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റോടെ ഞങ്ങൾ ഇവിടെ കാർണിവൽ ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ക്രിസ്മസ് കേക്കുകളാണ് മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഡെക്കറേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കപ്പ് കേക്ക്സാണ്, പിന്നെ ക്രിസ്മസ് ട്രീയുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് കേക്ക്, പിന്നെ ബ്ലൂബെറി കേക്ക്, സ്ട്രോബെറി, പിന്നെ കപ്പ് കേക്ക്സ്, അങ്ങനെ വെറൈറ്റീസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. GSTU തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ സമ്മേളനം നടത്തി. GSTU മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TJ പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ DEO KK രാജൻ, മുഹമ്മദ് ഫൈസൽ, VM ഫിലിപ്പച്ചൻ, RP ജോർജ് കുട്ടി, തോമസ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെ അസ്വസ്ഥരും അസംതൃപ്തരുമായിട്ടുള്ള ജനതയെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം നേതൃത്വം നൽകുന്ന വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 4.25 വർഷമായിട്ട് ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം പ്രവർത്തനങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഗവൺമെൻറ് വികസന മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലുമൊക്കെ ഒരു കാലത്ത് ഒരു ഗവൺമെൻറ് ഇതിന് മുൻപ് ഈ കേരളത്തിൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗവൺമെൻറ്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം വിസ്മരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 15ാമത് താലൂക്ക് സമ്മേളനം തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. താലൂക്ക് പ്രസിഡന്റ് വത്സ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ പ്രസിഡന്റ് എ.ജി. ശിവരാമൻ ചെട്ടിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വിനോദ് ബാബു സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. സുദർശനൻ മുഖ്യപ്രഭാഷണവും നടത്തി. എ.ബി. സെബാസ്റ്റ്യൻ, ഓമന ജോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നമുക്കറിയാം, നമ്മളുടെ സംഘടന കെട്ടിപ്പടുത്തിട്ട് ഇന്ന് 33 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ജില്ലയിൽ 16-17 വർഷങ്ങളായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നനുഭവിക്കുന്ന ക്ഷേമതയും മറ്റ് പരിരക്ഷയും ഇല്ലാതിരുന്ന കാലത്താണ് നമ്മളുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഈ തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ആ തയ്യൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ഇന്നൊക്കെയാണ് സാധാരണഗതിയിൽ തയ്യൽ തൊഴിലാളികളെയും അല്ലെ ഏതൊരു വിഭാഗങ്ങളെയും, ഏത് മതവിഭാഗങ്ങളെയും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് കമ്മീഷനെ വയ്ക്കും. പണ്ട് കാലത്ത് അങ്ങനെയില്ല. ഇതിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെക്ക് വടക്ക് നടന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. ഇന്നത്തെ സാമൂഹ്യ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകൾ അല്ലായിരുന്നു അന്നത്തെ കാരണവന്മാരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള ആളുകൾ, തയ്യൽ തൊഴിലാളികൾ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 7 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഇളന്തേശം ബ്ലോക്കിൽ ഒരു പഞ്ചായത്ത് മാത്രം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കേരളോത്സവ പരിപാടി നടത്തുകയുണ്ടായി. ബാക്കി 6 പഞ്ചായത്തുകളിലും നടത്തുവാൻ സാധിച്ചിരുന്നില്ലായിരുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾക്ക് ഇതുപോലെ ഒരു കേരളോത്സവം നടത്തേണ്ടതായിട്ട് വന്നത്. അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇനി വരും കാലങ്ങളിലെല്ലാം നമ്മൾ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഈ വിവിധ സ്റ്റേജുകളിലായിട്ടാണ് നമ്മുടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലും ത്രിതല പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന യുവജനങ്ങളിൽ കാലാകായിക രംഗങ്ങളിലുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയാണ് നമുക്ക് ഈ കേരളോത്സവം കൊണ്ടാടുവാൻ കഴിയുന്നത്. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, ബ്ലോക്ക് മെമ്പർമാരായ എം മോനിച്ചൻ, പി.ഐ. മാത്യു, മാർട്ടിൻ മാത്യു, സുജ ഷാജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു തെങ്ങമ്പിളിൽ, കുടയത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ. മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർ അനസ് താന്നിക്കൽ, PDO സുഹൃത്ത് ബി.വി. മുഹമ്മദ് സാബിർ, കബീർ മണക്കണ്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. ഗംഗ തൊടുപുഴ അവതരിപ്പിക്കുന്ന കൊച്ചു മിടുക്കിനെയും മിടുക്കിയെയും തിരഞ്ഞെടുക്കുന്ന മഡോണ കിഡ് കോൺടെസ്റ്റ് 2015 ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങളെ കാണാൻ ഞാനും വരുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും കുഞ്ഞുങ്ങളെയും കൂട്ടി വരണം കേട്ടോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. Chamakalaya, the favorite silks. Chamakalaya,
favorite silks. Lunars, Lunars down, என்றுமே comfort. Lunars, Lunars down, ரொம்ப ரொம்ப fit. புது புது ரகங்களில் மனதினை கவருது Lunars. Lunars in fashion, passion, attraction எங்கெங்கும் என் Lunars. Lunars, Lunars இது ரொம்ப ரொம்ப சூப்பர். Lunars பாதங்களுக்கு முண்டு ஆசை. ആരോക്കിനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഫർണിച്ചറുകളുടെ ആധുനിക ഭാവഭേദങ്ങൾക്കൊരു പുതിയ ആവിഷ്കാരവുമായി മൊണാർക്ക് ഫർണിച്ചർ ഇപ്പോൾ തൊടുപുഴയിലും 3 നിലകളിൽ 12,000 ചതുരശ്രടിയിൽ പ്രശസ്ത ഡിസൈനർമാരാൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെയും വിദേശത്തെയും മികച്ച ഫർണിച്ചർ നിർമ്മിതികൾ ഇനി സ്വന്തമാക്കൂ. അവർ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് 3-piece ബെഡ്റൂം സെറ്റ്സ്, സീറ്റർ സോഫ, കോഫി ടേബിൾ, ഡൈനിങ് സെറ്റ്, recliners, ring mattress, hydraulic bed, high-end low-back chair, TV stand and wall unit, computer and office chair. Come and enjoy the royal experience. Monarch Furniture near Hotel Lampadi, Rotary Junction, Todupuzha. തൊടുപുഴയിലെ പ്രമുഖ ഡ്രൈവിംഗ് പഠന കേന്ദ്രം പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ. 35 വർഷത്തെ സേവന പാരമ്പര്യം, പരിചയസമ്പന്നരായ ഇൻസ്ട്രക്ടർമാർ, വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായി എല്ലാ വാഹനങ്ങളിലും ഡ്രൈവിംഗ് പരിശീലനം. ഡ്രൈവിംഗ് പഠിക്കുവാൻ താല്പര്യമുള്ളവരും ലൈസൻസ് സംബന്ധമായ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, ഫസ്റ്റ് ഫ്ലോർ, സമൃദ്ധി ബിൽഡിംഗ്, മടക്കത്താനം, മൂവാറ്റുപുഴ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായി ബന്ധപ്പെടുക. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. The Kerala State Legal Metrology License and Technician സഹകരണ സംഘം. ക്ലിപ്തം നമ്പർ 4473. മാനേജ്മെന്റ് പ്രവർത്തന മികവിനുള്ള അന്തർദേശീയ അംഗീകാരമായ ISO 9001:2008 സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സഹകരണ സംഘം MDS. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ചിട്ടി ചേരുവാനുള്ള സൗകര്യം ലഭ്യമാണ്. പിക്മി സ്ഥിരം നിക്ഷേപം, ആകർഷകമായ പലിശ നിരക്ക്, 10,000 രൂപ വരെയുള്ള നിക്ഷേപ പലിശ സർവീസ് ചാർജ് ഇല്ലാതെ വീട്ടിലെത്തിച്ചു നൽകുന്നു. സുതാര്യമായ ലോൺ വ്യവസ്ഥകൾ. ദി കേരള സ്റ്റേറ്റ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻ സഹകരണ സംഘം HO തൊടുപുഴ. ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ ഇപ്പോൾ മൂവാറ്റുപുഴ റോഡിൽ തൊടുപുഴ ഭീമ ജംഗ്ഷനിലും കരിമണ്ണൂർ JJ സ്ക്വയറിലും പ്രവർത്തനം ആരംഭിച്ചു. ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി ആൻഡ് ഡിജിറ്റൽ ECG, എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകൾക്കും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും 50% വരെ ചാർജ് കുറവ്. ഫുള്ളി ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്, ക്വാളിഫൈഡ് ടെക്നീഷ്യൻസ്, കൂടാതെ വിശ്വസ്തമായ 5 വർഷത്തെ സേവന പാരമ്പര്യം. എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ സ്ക്വയർ, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB. Let your deposits grow safe. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും UDF സർക്കാരിനെയും അപമാനിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച UDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S. അശോകൻ, ജോൺ നെടിയപാല, മുഹമ്മദ് വെട്ടിക്കൽ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, KMA ഷുക്കൂർ, MS മുഹമ്മദ്, K. സുരേഷ് ബാബു, ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും നടത്തിയിട്ടുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞ കേരള ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലെ ഇത്രയധികം ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ,
2011 ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അന്ന് മുതൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അദ്ദേഹം എപ്പോൾ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ഒറ്റ ആവശ്യമുള്ളൂ, ഉമ്മൻചാണ്ടി രാജിവെക്കണം. കഴിഞ്ഞ ദിവസം ഒരു കൊലയാളിയുടെ വാക്ക് കേട്ടുകൊണ്ട് കോയമ്പത്തൂരിലേക്ക് CD അന്വേഷിച്ചു പോയി. ഇന്നൊരു പ്രസ്താവന കണ്ടു, CD ലഭിച്ചിട്ടില്ലാത്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി രാജിവെക്കണം. അങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകുന്ന പ്രതിപക്ഷവും ആ പ്രതിപക്ഷത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരള ജനങ്ങൾ അവരുടെ പിന്തുണ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കും. ഇവിടെ ഞാൻ ചുരുക്കുക, ഈ ഐക്യജനാധിപത്യ മുന്നണി ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനപിന്തുണയോടുകൂടി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് KSTA 25ാമത് തൊടുപുഴ സബ് ജില്ലാ സമ്മേളനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം T. സ്റ്റാൻലി ഉദ്ഘാടനം നിർവഹിച്ചു. സബ് ജില്ലാ പ്രസിഡന്റ് S. സാവിൻ, ജോയിന്റ് സെക്രട്ടറി പ്രസാദ് P. നായർ, ഷാമോൻ ലൂക്ക്, KP ചന്ദ്രൻ, KS അബ്ദുൽ ഖാദർ, ജോയിന്റ് ജില്ലാ എക്സിക്യൂട്ടീവ് KA ബിനിമോൻ, KK ശ്രീദേവി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VV ഷാജി, R. മനോജ് എന്നിവർ പ്രസംഗിച്ചു. പാഠപുസ്തകം രചിക്കുന്ന സമിതികൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റ് ഏജൻസികൾ, ചരിത്ര ഗവേഷണ കൗൺസിൽ അടക്കമുള്ള കേന്ദ്രം നിയന്ത്രിക്കുന്ന സമിതികൾ, ഇവിടെയൊക്കെ തലപ്പത്ത് നിയമിക്കപ്പെട്ടിട്ടുള്ളത് RSSന്റെ അനുഭാവികളോ RSSന്റെ നേരിട്ട് നിയന്ത്രിക്കുന്ന ചില കപട ബുദ്ധിജീവികളാണ് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഈ RSSന്റെ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് വർഗീയ രീതിയിൽ മത സഹിഷ്ണുത ഇല്ലാത്ത അവസ്ഥയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ, ചരിത്ര സത്യങ്ങൾ അസത്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് ശാസ്ത്രീയ സത്യങ്ങൾ പോലും കുട്ടികൾ മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചരിത്ര രചനകളാണ് നീലനാഥ് ബത്രയെ പോലുള്ള ചരിത്രകാരന്മാർ, സുദർശന റാവുവിനെ പോലെയുള്ള ചരിത്രകാരന്മാർ ഒക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും BJPക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമോ സ്വാധീനമുള്ള ഇത്തരം സംസ്ഥാനങ്ങളിൽ BJPയുടെ അവരുടെ വർഗീയ അജണ്ടയും വിദ്യാഭ്യാസ അജണ്ടയും നടപ്പിലാക്കാനുള്ള പരീക്ഷണ ശാലകളായിട്ട് ഇത്തരം സംസ്ഥാനങ്ങൾ മാറിയിരിക്കുകയാണ്. തൊടുപുഴ ക്ലാരമഠത്തോടനുബന്ധിച്ചുള്ള സെന്റ് അൽഫോൻസ യോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന മനഃശക്തി വികസന സെമിനാർ സംഘടിപ്പിച്ചു. വിദഗ്ധ മനഃശാസ്ത്ര പരിശീലകൻ പോൾ പാട്രിക് സെമിനാർ നയിച്ചു. മനഃശക്തി, ഇച്ഛാശക്തി, ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും അലസത, അശ്രദ്ധ, കോപം, മാനസിക പിരിമുറുക്കം, വിഷാദം തുടങ്ങിയവ അകറ്റി ജീവിതത്തിൽ ഉന്നത വിജയം നേടുന്നതിന് ഈ പരിശീലന പരിപാടി ഉപകരിക്കുമെന്ന് യോഗ മാസ്റ്റർ സിസ്റ്റർ ഇൻഫൻട്രീസ പറഞ്ഞു. അയാളുടെ മാനസികാവസ്ഥയാണ്, ബാക്കിയുള്ളവർക്കെല്ലാം ഉറങ്ങാം, എനിക്ക് മാത്രം ഉറങ്ങാം. കാരണം ശമ്പളം കിട്ടുന്നത് എന്റെ ജോലി ഏതാ, എന്നാലും അസ്വസ്ഥത. എന്ത് ഉത്തരവാദിത്തമുള്ള അയാൾ ആ അസ്വസ്ഥതയിൽ വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ശരിയായ രീതിയിൽ ഓടിക്കാൻ പറ്റില്ല. അസ്വസ്ഥതയിൽ ഓടിക്കുന്നത്, പോകുന്ന വഴിക്കെല്ലാം പുള്ളി ആ ദേഷ്യത്തിലായിരിക്കും വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. ആ ജോലി ഇട്ടിട്ട് റിസൈൻ ചെയ്തിട്ട് പോകണം. ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലും ഇട്ടിട്ട് പോകണം. ഇതാണ് അയാൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളെല്ലാം. ഇനി ഇയാൾ മാറ്റിയെടുത്തറിയോ, അയാളുടെ ഈ പറയുന്ന മാനസികാവസ്ഥ കണ്ടക്ടർ പോയി പരാതി പറഞ്ഞു. അയാളുടെ കൺട്രോളിംഗ് ഓഫീസിൽ വിളിച്ചു. ആ ചീത്ത വിളിക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. ആരെ വഴക്ക് പറഞ്ഞ ആരെ മാറണേ? വഴക്ക് പറഞ്ഞ ആരെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇന്നവരെ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. മാറിയെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും, വീണ്ടും മഴ വരെയോ. ഇപ്പൊ തൽക്കാലത്തേക്ക് പേടിച്ചിട്ടോ അല്ലെങ്കിൽ വിധേയത്വം കൊണ്ട് നിൽക്കും കേട്ടോ. വിധേയത്വം കൊണ്ട് നിൽക്കുന്നതും ചെയ്യാണ്ടിരിക്കുന്നതും ആളുടെ സ്വഭാവം മാറുന്നത് കണ്ടിട്ടുണ്ട. ഇപ്പൊ സ്കൂളിലെ സാറ് വിളിച്ചിട്ട്, ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട്, ഒരു പയ്യനെ വിളിച്ച് ഭയങ്കരമായിട്ട് കൗൺസിലിംഗ് ഉപദേശിച്ചിരിക്കുക. അങ്ങനെ അവരുടെ നീതമാണ് അവൻ കീഴ്പോട്ട് നോക്കിയിരിക്കുക. 1/2 മണിക്കൂർ സമയത്ത് ചിലപ്പോൾ ഒന്നും മിണ്ടറില്ല. കൊച്ചിനെ മാറ്റില്ല. ഇന്ന് മനസ്സിൻ്റെ ഒരു മെൻ്റൽ പവർ, മനഃശക്തി, ഇച്ഛാശക്തി ഇന്നത്തെ മനുഷ്യർക്ക് ഇന്നത്തെ ഏറ്റവും പ്രശ്നമാണ് മനുഷ്യന് ടെൻഷൻ. അതായത് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ പറ്റാതെ പലരും ടെൻഷൻ അടിപ്പെട്ടു പോകുന്നു. പല അസുഖങ്ങൾക്കും അത് കാരണമാകുന്നു. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ ഒരു മെൻ്റൽ പവർ കിട്ടുവാൻ നമ്മളിന്നൊരു ക്ലാസ്, ഒരു സെമിനാർ ഡോക്ടർ പോൾ പാട്രിക് ആണ് നടത്തുന്നത്. വൈകുന്നേരം 4 മണി വരെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ് മാനേജ് ചെയ്യാം, മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഓരോ മനുഷ്യനുണ്ടാകുന്ന
സ്വഭാവങ്ങളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് കോൺഷ്യസ് മൈൻഡ് മയക്കിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതിനെ എല്ലാം മാറ്റിയെടുത്ത് നമുക്ക് എങ്ങനെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആളാക്കി മാറാം, ടെൻഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാം, നല്ല മെന്റൽ പവർ എങ്ങനെ ആർജിക്കാം എന്നുള്ളതാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ വന്നെത്തിയതും അതുപോലെ തന്നെ ഈ യൂണിയന്റെ ഈ യാത്രയുടെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് MJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി ജോർജ് തോമസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ചാൾസ് ആന്റണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് പോൾ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മൈക്കിൾ ഫ്രാൻസിസ്, ജില്ലാ പ്രസിഡന്റ് ഷാജി മാത്യു, പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KK ജോസഫ്, സ്വയംഘോസ് പ്രസിഡന്റ് സാജു വി ചെമ്പരത്തി, മുൻ സംസ്ഥാന കൗൺസിൽ അംഗം ഷാജു M ജോസ്, KP ബ്രിജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന നഗരസഭയുടെ പ്രഥമ കൗൺസിൽ മീറ്റ് നടന്നു. 34 കൗൺസിലർമാരിൽ 32 പേരും ഹാജരായി. കട്ടപ്പനയുടെ അടിസ്ഥാന വികസന ആവശ്യങ്ങളടക്കം ഒട്ടേറെ വിഷയങ്ങളാണ് പ്രഥമ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ ഇടം പിടിച്ചിരുന്നത്. പൗരാവകാശ രേഖ തയ്യാറാക്കൽ, ISO സർട്ടിഫിക്കേഷൻ പുതുക്കൽ, ദുരിതാശ്വാസ നിധി രൂപീകരിക്കൽ, മുനിസിപ്പാലിറ്റിക്ക് എംബ്ലം തയ്യാറാക്കൽ, വാർഷിക പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തൽ, അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുക, മുനിസിപ്പാലിറ്റിയുടെ ഉപയോഗത്തിലേക്കായി വാഹനം വാങ്ങൽ തുടങ്ങിയവയെല്ലാം അജണ്ടയിലുണ്ടായിരുന്നു. കൂടാതെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ലേലം ചെയ്യുന്നത് സംബന്ധിച്ചും മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ചും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി രൂപീകരിക്കൽ സംബന്ധിച്ചും ചർച്ച നടന്നു. ഓരോ കൗൺസിലർമാർക്കും ഒരു പ്രമേയവും 2 ചോദ്യങ്ങളും വീതം ചോദിക്കാനാണ് അവസരമുണ്ടായിരുന്നത്. അജണ്ടയിൽ ഉൾപ്പെടുത്താനായി ഒട്ടേറെ ആവശ്യങ്ങളാണ് കൗൺസിലർമാർ എഴുതി നൽകിയിരുന്നത്. കട്ടപ്പന പൊതുശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയതായി ചെയർമാൻ ജോണി കുളമ്പള്ളി പറഞ്ഞു. കട്ടപ്പന ടൗണിൽ ലൈസൻസ് ഇല്ലാതെ മത്സ്യം വിൽക്കുന്നത് തടയാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 34 കൗൺസിലർമാരുള്ളതിൽ 32 പേരാണ് ആദ്യ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. ചരമവാർത്തകൾ. തൊടുപുഴ വഴുതനപ്പിള്ളിൽ ഡോക്ടർ ദേവസ്യ വഴുതനപ്പിള്ളിയുടെ ഭാര്യ അന്നക്കുട്ടി നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ഡിസംബർ 13 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് തെനക്കുന്ന് പള്ളിയിൽ. പരേത തൊടുപുഴ ചരളിൽ കുടുംബാംഗമാണ്. മക്കൾ ജോസ് വഴുതനപ്പിള്ളി, കുമാരി പൊരിയത്ത്, ഡോക്ടർ ലൈസ സലീം മറ്റത്തിൽ, ഡോക്ടർ ഏലിയാമ്മ ജോസഫ്. മരുമക്കൾ ഗ്രേസി മുട്ടനൂലിൽ, മറിയാമ്മ മണിപ്പാടം, പരേതനായ ജേക്കബ് പൊരിയത്ത്, ഡോക്ടർ MK സലീം മറ്റത്തിൽ, PA ജോസ് പുന്നത്താനത്ത്. കരിമണ്ണൂർ പള്ളിക്കാമറി കുറുപ്പുംപടിയിൽ വേലമ്പറമ്പിൽ പരേതനായ നാരായണക്കുറുപ്പിന്റെ ഭാര്യ ദേവകിയമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ VN കൃഷ്ണക്കുറുപ്പ്, സാവിത്രി, കാർത്തിയായിനി, ലക്ഷ്മിക്കുട്ടിയമ്മ, കമലാക്ഷിയമ്മ, ശിവദാസ്. മരുമക്കൾ സുലോചന, രാമകൃഷ്ണക്കുറുപ്പ്, നാരായണമാരാർ, കൃഷ്ണൻകുട്ടിമാരാർ, രാധാകൃഷ്ണൻ, ഉഷ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2400 രൂപ, വെള്ളി ഗ്രാമിന് 38 രൂപ. റബ്ബർ RSS 4 കിലോഗ്രാമിന് 100 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 102 രൂപ 50 പൈസ. ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യനീതി വകുപ്പ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ പൗലോസ് നിർവഹിച്ചു. കേരള NGO സംഘിന്റെ 37ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടന്നു. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും UDF സർക്കാരിനെയും അപമാനിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് UDF നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 15ാമത് താലൂക്ക് സമ്മേളനം തൊടുപുഴയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് AG ശിവരാമൻ ചെട്ടിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.